അങ്ങനെ നമ്മുടെ ഗായത്രി സുധീഷിനോട് പറയുന്നുണ്ട് ഞാൻ ഇനിയും വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിലോ പേടിച്ചിട്ട് ഫോണൊക്കെ ഓഫാക്കി വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഓഫീസിൽ നിന്ന് ജോലിയൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ടോ. മാറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ വീണ്ടും പനിച്ച് വരച്ച് കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിലോ സങ്കടം സഹിക്കാൻ വയ്യ. നിധി തൊട്ടൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അവൾ വേഗം ഉള്ളിൽ പോയിട്ട് ഒരു ചായയൊക്കെ ഇടുന്നുണ്ട്. ഇടുന്ന സമയത്ത് നമ്മുടെ നികേഷും അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷിനോട് നമ്മുടെ നിധി പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും എക്സാമൊക്കെ എഴുതി കൂടെ നികേഷേ, നിനക്ക് ഒരു കളക്ടറൊക്കെ ആയിക്കൂടാ, നീ ഒന്നും പഠിക്കാതെ തന്നെ നിനക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ നീ ഒന്ന് നല്ല ശ്രമിച്ചാൽ നിന്നെക്കൊണ്ട് പറ്റും, നിനക്കൊരു കളക്ടറൊക്കെ ആവാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് നമ്മുടെ നിധിനെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ഒരു കുപ്പത്തൊട്ടിന്ന് ഒരു കളക്ടർ, നല്ല പേരായിരിക്കും നിധി എടുത്തി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധി പറയുന്നത് നീ തമാശയൊക്കെ വിട്, നിനക്കിതൊക്കെ പറ്റും, നീ എന്തായാലും നന്നായിട്ട് പഠിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നികേഷ് പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ ഏടത്തേക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധിയുടെ ചായ ആവുന്നുണ്ട്. നിധി ആ ചായയും കൊണ്ട് നമ്മുടെ ഭാസ്കരൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ ആ ചായയൊക്കെ കൊടുത്തിട്ട് ഒരു ബണ്ണൊക്കെ കൊടുത്തിട്ട് കഴിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഗുളിക കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട് നീ എന്തിനാ മോളെ എനിക്കിതൊക്കെ തരുന്നത്, എന്നെ ഇവിടെ ആരും ഇങ്ങനെയൊന്നും നോക്കാറില്ല, ഞാൻ പനിച്ചാലും വറച്ചാലും ആരും എന്നെ ശ്രദ്ധിക്കൽ പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഏടത്തി ആ ബണ്ണ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോരും, വേണമെങ്കിൽ കഴിച്ചോട്ടെ വേണമെങ്കിൽ കഴിക്കണ്ട എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നീതി നികേഷിനെ ചീത്ത പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി സുധീഷിനെ വിളിക്കേണ്ട. ആ സമയത്ത് സുധീഷിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ആ സമയത്ത് നികേഷിനോട് പറയേണ്ടത് എന്താണ് സുധീഷ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറയണ്ട. ആ സമയത്ത് നികേഷും വിളിച്ചു നോക്കുന്നത്. നികേഷും പറയണ്ട അതേ എഴുതി ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്. ഇങ്ങനെ ഏട്ടൻ സ്വിച്ച് ഓഫ് ആക്കാറില്ലല്ലോ, എന്താ പറ്റി അറിയില്ല എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ സുധീഷ് കയറി വരുന്നത്. സുധീഷിനോട് പറയുന്നുണ്ട് എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ നിധി ഒന്നുമില്ല, അത് ബാറ്ററി കഴിഞ്ഞ് ഓഫ് ആയതാവും എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ കൊണ്ടുപോയി കുത്തി വെക്കട്ടെ എന്ന് പറഞ്ഞ് കുത്തി വെക്കുന്നു. ആ സമയത്ത് സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ഒരു തെർമോമീറ്റർ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ വന്നില്ല, ഞാൻ പോയി വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി പേഴ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത് ഇനി നിധി പോകണ്ട, ഞാൻ എന്നെ പോയി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് വീണ്ടും ഇറങ്ങിപ്പോകുന്നുണ്ട്. നമ്മളെ തെർമോമീറ്റർ വാങ്ങിക്കൊണ്ട് വരാം. എന്തായാലും നമ്മുടെ ഭാസ്കരൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താ നിധിക്ക് എന്നോട് ഇത്ര സ്നേഹം എന്നൊക്കെ വിചാരിക്കേണ്ടത്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുധീഷ് തെർമോമീറ്ററൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത്. നമ്മുടെ നിധി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭാസ്കരൻ്റെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ ദേഷ്യപ്പെടുന്നത് നീ എന്തിനാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വായിൽ വെക്കാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഭാസ്കരൻ നിധി പറയുന്നതൊക്കെ അനുസരിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത് വേറെ ആര് പറഞ്ഞാലും ഈ വീട്ടിൽ അനുസരിക്കില്ല, നീ പറഞ്ഞാൽ മാത്രം എന്താണെന്നാവോ അച്ഛൻ അനുസരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആവേണ്ട എല്ലാവരും ജോലിക്ക് പോകാൻ പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ സുധീഷ് മാത്രം ഇങ്ങോട്ടും പോകാതെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നുണ്ട്. ആ സമയത്ത് നിധി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ഇന്ന് എങ്ങോട്ടും പോകാത്തെന്നൊക്കെ ആലോചിക്കേണ്ടത്. എന്തായാലും നമ്മുടെ സുധീഷിനോട് നിധി ചോദിക്കേണ്ടത് പോകണില്ലേ ചോദിക്കേണ്ടേ ഇല്ല അത് എങ്ങോട്ടും പോകണില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നിധിയും നികേഷും കൂടി പോകുന്നുണ്ട്. നമ്മുടെ നികേഷിനോട് പറയുന്നത് നമ്മുടെ നിധി ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ ആക്കാടാ നീ കയറിക്കോ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ നികേഷിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടേ ആക്കണ സമയത്ത് നമ്മുടെ ഗായത്രി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ നിധിയോട് അല്ല ഇന്ന് എന്താ സുധീഷ് വരാത്തത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നത് നിൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടല്ലോ നീ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചോ എന്ന് പറയുന്നത് ഗായത്രിയോട്. ഞാനിപ്പോൾ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ടാണെന്ന് പറയുന്നത്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധിയാണെങ്കിൽ സ്കൂട്ടി എടുത്തിട്ട് പോകണുണ്ട്. നമ്മുടെ നികേഷ് ആണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ഗായത്രി വന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട് അല്ല എവിടെ ഏട്ടനെ കാണാനില്ലല്ലോ, എന്താ പറ്റിയ ഏട്ടന്, അപ്പം നിങ്ങളുടെ അടുത്ത് നമ്പറില്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചൂടെ വീണ്ടും ചോദിക്കുന്നത് നമ്മുടെ നികേഷ്. ആ സമയത്ത് നമ്മുടെ ഗായത്രി പറയുന്നുണ്ട് ഞാൻ വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. ആണോ എന്നാൽ വരൂ ഞാൻ എൻ്റെ ഏട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗായത്രിയെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ്റെ ഒപ്പം പോകാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും പോയിക്കളയെന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നികേഷ് ഗായത്രിയും കൂട്ടിയിട്ട് നമ്മുടെ കിളിക്കൂട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിലും ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ സുധീഷിനോട് നികേഷ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെയെന്ന് പറയുമ്പോൾ ഗായത്രിയോ എന്ന് പറഞ്ഞിട്ട് ഞെട്ടി നീക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് ആരടാ ഈ കുട്ടി. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട് നമ്മുടെ സുധീഷേട്ടൻ എപ്പോഴെപ്പോഴും ബസ് സ്റ്റാൻഡിൽ ഒരു പെൺകുട്ടിയെ നോക്കി നിന്നിരുന്നില്ല, ആ കുട്ടിയാണ് ഈ കുട്ടി ഗായത്രി എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷിനോട് നമ്മുടെ ഗായത്രി വല്ലാതെ വിഷമം പറയുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ചാൽ നിങ്ങൾ എന്താ എടുക്കാത്തത്, നിങ്ങൾ എന്താ ഇങ്ങനെ, ഞാൻ എന്താ തെറ്റ് ചെയ്ത്, എന്നെ കാണാൻ എന്താ ഭംഗിയില്ല, പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സുഭാഷേട്ടനും കേൾക്കുന്നുണ്ട്. നികേഷിനോട് പറയുന്നുണ്ട് നമ്മുടെ സുഭാഷേട്ടൻ നീ പോയിക്കോ കോളേജിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഇല്ല ഈ കാര്യം എന്താ തീരുമാനം ആവട്ടെ അറിയട്ടെ എന്നിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് ഗായത്രിയോട് പറയുന്നുണ്ട് ഇങ്ങോട്ട് വാ ഞാൻ അവിടെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയിട്ട് നിന്നോട് കുറച്ച് സംസാരിക്കാം കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാമ്പുറത്തേക്ക് നമ്മുടെ ഗായത്രിയെ കൊണ്ടുപോകുന്നുണ്ട്. ഈ സുഭാഷ് ഏട്ടൻ പറഞ്ഞു ഈ ചെക്കൻ എവിടേക്കാണ് ഈ കുട്ടിയെ കൊണ്ട് പോകുന്നത്, ഞാൻ എങ്ങോട്ടും ഇല്ല ഏട്ടാ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാന്ന് പറയുന്നത്, എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പിന്നിൽ പോകുന്നോളൂ എന്ന് പറയുന്നത് സുധീഷ് സുഭാഷ് ഏട്ടനോട്. എന്തായാലും സുധീഷ് ഗായത്രിയെ
കൊണ്ട് ബാക്കിലേക്ക് പോയിട്ട് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടൻ എന്താ ഇവർ പറയുന്നത് അവിടെ നിന്ന് കേൾക്കണുണ്ട്. എന്തായാലും നമ്മുടെ ഗായത്രിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം നമ്മുടെ സുഭാഷ് ഏട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ മോളെ ഇവൻ്റെ കല്യാണം കഴിഞ്ഞതാ, ഇവൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗായത്രി ആണെങ്കിൽ വല്ലാതെ വിഷമിച്ചിട്ട് കരഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.